അമിൻ തദക്കുരിജി മസജത ദമൻ ജറാ മിൻ മുഖ്ലത്തിൻ ബിദമി. സലം വൃക്ഷം നിറഞ്ഞു നിൽക്കുന്ന ആ സലമിന്റെ പ്രാന്തത്തുള്ള ഗ്രാമത്തിൽ പാർത്തിരുന്ന ആളെ ഓർത്തിട്ടല്ലേ കരയുന്നത്. മദീനയുടെ പരിസരത്ത് ആ സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ആളെ ഓർത്ത് കരയ കവി. ആ ആള് 600 ചില്ലാനം കൊല്ലം മുമ്പ് വഫാത്തായ മുഹമ്മദ് മുസ്തഫ. 600 കൊല്ലം കഴിഞ്ഞിട്ടും ഈ കവി കരയന്നെ. 1300 കൊല്ലം കഴിഞ്ഞിട്ടും വേറൊരു കവി കരയ. എന്റെ ആയുസിൽ കണ്ണുനീർ വറ്റിയിട്ടേ ഇല്ല. കുട്ടിക്കാലം മുതൽ ഉമ്മ പറഞ്ഞു കൊടുക്കുക, പാപ്പ പറഞ്ഞു കൊടുക്കുക. ആരായി കവി? വെളിയും കൂടി ഒന്നര കളി. ഹജ്ജിന് 3 തൽബിയത്ത് ചൊല്ലിയ സ്വലാത്ത് ചൊല്ലും. എന്തുകൊണ്ട്? ശുദ്ധമായ ഹജ്ജ് അന്ത്യനാൾ വരെ നിലനിൽക്കാൻ കാരണമാരാ? മുഹമ്മദ് മുസ്തഫ. ഈ ലബ്ബൈക്ക് നിലനിൽക്കാൻ കാരണമാരാ? മുഹമ്മദ് മുസ്തഫ. അല്ലെങ്കിലോ പണ്ട് തൽബിയത്തിലെ ഉണ്ട്, നശിപ്പിച്ചു. നബിമാരില്ലേ ഉണ്ട്, പക്ഷെ തൽബിയത്തും ഹജ്ജൊക്കെ നശിപ്പിച്ചു അവരെ കാലത്തും പിന്നീടും. ഞാനോ ഇനി ഖിയാമത്ത് നാളെ വരെ ഒരാൾക്ക് ഹജ്ജ് നശിപ്പിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? ഞാൻ വന്നു, ഇനി ആള് ചിന്തിക്ക്. ആകാശത്ത് നടക്കുന്ന കാര്യങ്ങൾ ഭൂമിയിൽ പറയാൻ ഒരു കാലത്ത് ജ്യോത്സ്യന്മാർക്ക് കഴിയുമായിരുന്നു. എന്തുകൊണ്ട്? ഇസ്തിറാഖു സമഅ് എന്നൊരു പരിപാടിയുണ്ട്. പിശാചുക്കൾ ആകാശത്ത് പോയി എന്തു ചെയ്യും? ഈ കട്ട് കേട്ട് കൊണ്ടുവന്ന് ജ്യോത്സ്യന്മാർക്ക് നൽകും. അതിനാണ് ഇസ്തിറാഖു സമഅ് എന്ന് പറഞ്ഞത്. ഇസ്തിറാഖു സമഅ് എന്നൊരു പരിപാടി AD 571 മുടക്കി. ഇനിയില്ല. ഹബീബായ പുണ്യ മുഹമ്മദ് മുസ്തഫ, മുത്ത് മുഹമ്മദ് മുസ്തഫ ആകാശത്ത് നടക്കുന്ന ഒരു രഹസ്യം ഭൂമിയിൽ പറയാൻ ഇന്നൊരു ജ്യോത്സ്യന് കഴിയുകയില്ല, ഒരിക്കലും കഴിയില്ല. എന്തുകൊണ്ട്? ആകാശത്ത് ബാരിക്കേഡ് കെട്ടി ആര് വന്നതോടുകൂടെ മുഹമ്മദ് മുസ്തഫ. ആദം നബിയുടെ കാലത്തോ ഇബ്ലീസിന്റെ അനുയായികൾക്ക് ആകാശത്തൂടെ പാഞ്ഞു നടക്കാൻ കഴിയുന്നു എന്ന് ഖുർആനിലുണ്ട്. ഞങ്ങൾ ആകാശത്ത് തോണ്ടി നടന്നിരുന്നു ഒരു കാലത്ത്. സൂറത്തുൽ ജിന്നിലുണ്ട്. ഇന്നോ ആ ഭാഗത്തേക്ക് എല്ലാം പറ്റും. എന്തേ? ആകാശത്ത് ബാരിക്കേഡ് കെട്ടി ആകാശത്ത് നടക്കുന്ന രഹസ്യം ഭൂമിയിൽ ജ്യോത്സ്യന്മാർക്ക് അറിയാൻ നിർവാഹമില്ല. ഔലിയാക്കന്മാരുടെ കശ്ഫുണ്ടല്ലാതെ ആകാശത്ത് നടക്കുന്ന ഒരു കാര്യം ഇപ്പൊ ഭൂമിയിൽ അറിയില്ല. അതിന്റെ കൂടെ ഉഷാറായിരിക്കണമെങ്കിൽ ഇത് പറയുള്ളൂ. ആദം നബിയുടെ കാലത്ത് ജ്യോത്സ്യന്മാർക്ക് പറയായിരുന്നു അങ്ങനെ നടന്നു ഇങ്ങനെ നടന്നു. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? അവർ പറയുന്നത് നേരുമായിരിക്കും. എന്തുകൊണ്ട്? അവരുടെ പിശാചുക്കൾ എങ്ങോട്ട് പോകും? ആകാശത്ത് പോയിട്ട് ഇസ്തിറാഖു സമഅ് അവിടെ നടക്കുന്ന കാര്യങ്ങൾ കട്ട് കേട്ട് വന്നിട്ട് അവരുടെ ജ്യോത്സ്യന്മാരോട് പറഞ്ഞിരുന്നു എന്ന് ഖുർആനിലുണ്ടോ? നിഷേധിക്കാൻ എങ്ങനെ പറ്റും? ഇതല്ലേ സൂറത്തുൽ ജിന്നിലെ പ്രമേയം. ഞങ്ങൾ കട്ട് കേൾക്കാൻ വേണ്ടി പിശാചുക്കൾ പറയാ ഞങ്ങൾ ആകാശത്ത് ഇരിക്കാറുണ്ടായിരുന്നു, ഇപ്പോൾ നടക്കൂല. ആദം നബിയുടെ കാലത്ത് ആകാശത്ത് നടക്കുന്ന കാര്യങ്ങൾ കട്ടുകെട്ട് ഭൂമിയിലെ ജ്യോത്സ്യന്മാർക്ക് അറിയിച്ചു കൊടുക്കാൻ പിശാചുക്കൾക്ക് കഴിയുമായിരുന്നു. നൂഹ് നബിയുടെ കാലത്ത്, ശീത്ത് നബിയുടെ കാലത്ത്, ഇദ്രീസ് നബിയുടെ കാലത്ത്, ഹാറൂൻ നബിയുടെ കാലത്ത്, മൂസാ നബിയുടെ കാലത്ത്, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്ത്, ഇസ്ഹാഖ് നബിയുടെ കാലത്ത്, ഇസ്മായിൽ നബിയുടെ കാലത്ത്, ഹൂദ് നബിയുടെ കാലത്ത്, സ്വാലിഹ് നബിയുടെ കാലത്ത്, ദുൽഖിഫിന്റെ കാലത്ത്, യൂനുസിന്റെ കാലത്ത്, ദാവൂദ് നബിയുടെ കാലത്ത്, സുലൈമാൻ നബിയുടെ കാലത്ത്, എല്ലാ കാലത്തും ഈസാ നബിയുടെ കാലത്ത്. ഇന്ന് നടക്കൂല. എന്തുകൊണ്ട്? AD 571 ബാരിക്കേഡ് കെട്ടി നടക്കൂല. ഇന്ന് ഏതെങ്കിലും ഒരു പിശാച് ആകാശത്തിന്റെ ഭാഗത്തേക്ക് ചെന്നാൽ ചെങ്കോൽ ഒന്ന് പഠിക്കും, കരിച്ചളി. والجن تهتف والأنبار ساطعة والحق يظهر من معنى ومن كلمة مولاي صل وسلم للخلق كلهم. അന്ന് മനസ്സിലാകേണ്ടവർക്കൊക്കെ മനസ്സിലായി. ഇതിവിടെ അവസാനിക്കാൻ പോവാണ്. ഇനി പഴയതുപോലെയല്ല.
വ്യവസ്ഥക്കാരൻ വന്നു. അങ്ങനെയല്ലേ? ശ്രദ്ധിക്കാത്തൊരു കാലുണ്ടായിരുന്നു ആകാശത്തിനൊക്കെ. ആർക്കും കയറാം, എന്തും ചെയ്യാം. പക്ഷേ അതിന് വ്യവസ്ഥ ഉണ്ടായി, അതിന് വേലി കിട്ടി. എന്തുകൊണ്ട്? ഇവിടെ കർഷകൻ വന്നു. ഭൂമിയിൽ ഈമാൻ നിറച്ചു കൊടുക്കുന്ന കർഷകനാണ് മുഹമ്മദ് മുസ്തഫ. ഇനി ആകാശത്ത് പിശാചിന് ചെല്ലാൻ പറ്റില്ല. എവിടെ ഉണ്ട്? ഖുർആനിലുണ്ടോ? ഇപ്പോൾ ആകാശത്ത് ചെല്ലാൻ കഴിയൂല. ആർക്ക്? പിശാചിന്. ആദനബിയുടെ കാലത്ത് ചെല്ലായിരുന്നു, ഇബ്രാഹിമിയുടെ കാലത്ത് ചെല്ലായിരുന്നു, മൂസനബിയുടെ കാലത്ത് ആകാശത്ത് പോകാമായിരുന്നു. ഈസനബിയുടെ കാലത്ത് 1,23,999 നബിമാരെ കാലത്തും ആകാശത്ത് സ്വൈരവിഹാരത്തിൽ പാഞ്ഞു കളിക്കാൻ ആർക്ക് കഴിഞ്ഞിരുന്നു? പിശാചുകൾക്ക്. ഇപ്പോഴോ ചെല്ലാൻ കഴിഞ്ഞു. എന്തേ? വരേണ്ട ആൾ വന്നപ്പോൾ ബാരിക്കേഡ് കെട്ടി. എവിടെ ഉണ്ട്? ഖുർആനിലുണ്ട്. നിങ്ങൾ പറയാ സാധാരണ നബിയല്ലേ? പിന്നെ എന്ത് ഈമാന? മുഹമ്മദ് മുസ്തഫ പിന്നെന്ത് ഈമാന? എല്ലാ തോന്യാസങ്ങളും ഇന്ന് നടക്കുന്നു. എന്താ കാര്യം? മുഹമ്മദിയത്ത് നഷ്ടപ്പെട്ടു പോയതാണ്. എന്നാ വിവരണ്ട്, പക്ഷേ മുഹമ്മദിയത്തില്ല. നമുക്ക് വിവരണ്ട്. പഴയ കാലത്തോ വിവരണ്ട്, പക്ഷേ മുഹമ്മദിയത്തുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം. പണ്ടുള്ള ആളുകൾക്ക് വിവരമൊന്നുമില്ല, പക്ഷെ മുഹമ്മദിയത്തുണ്ട്. മുഹമ്മദ് മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ. ഭയങ്കര റസൂലുള്ളാഹിനോട് അതിരറ്റ ഹുബ്ബ. അതുകൊണ്ട് ഒരു തിന്മ ചെയ്യൂല, ഒരു തിന്മയും ചെയ്യൂല. പട്ടി നടന്നവർക്ക് വിരോധമല്ല. അവർക്ക് ഹബീബാ നബി പട്ടി നടന്നവർക്ക് അറിയും. മുഹമ്മദ് മുസ്തഫ വിഷമല്ല, പ്രശ്നമില്ല. ചിന്തിക്ക്. അപ്പോൾ നഷ്ടപ്പെട്ടത് ഖുർആനല്ല, നഷ്ടപ്പെട്ടത് എന്താ? അൽ ഖായിമു ബിൽ ഖുർആൻ. ഖുർആൻ കൊണ്ട് ഖായിമായ ആൾ വന്നാൽ പരിഹരിക്കും. യംലഉൽ അർള അദ്ല, ഭൂമിയിൽ നീതി നിറക്കും. മുഹമ്മദ് മുസ്തഫ എന്താ ചെയ്ത്? നീതി നിറച്ചു. മുഹമ്മദ് മുസ്തഫ എന്താ ചെയ്തത്? നീതി നിറച്ചു. മുഹമ്മദ് മുസ്തഫ എന്താ ചെയ്തത്? നീതി നിറച്ചു. നീതി തന്നെ. ചിന്തിക്ക്. ഏത് ഖുറൈശി പാർട്ടികളിലും തർക്കങ്ങളിലും ഒരു തർക്കക്കാരന്റെ റോളിൽ നടന്നിരുന്ന് ആയുസ് ചെലവഴിച്ച ആളാണ് ഉമർ ഇബ്നുൽ ഖത്താബ്. പിന്നെ ഹബീബായ നബിയിലെത്തി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലെത്തി. അപ്പോഴോ ലോകത്തിന് ഉപകരിച്ച നീതിമാനായി ഉമർ ഇബ്നുൽ ഖത്താബ്. ഉറക്കെ പറ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്തുകൊണ്ട്? ബിമുഹമ്മദിൻ. അതേ ഉമറിനെ തന്നെ ഹബീബായ നബി തിരുത്തി. അൻത അഹബ്ബു ഇലയ്യ ഇല്ലാ മിൻ നഫ്സി. ഈ ദുനിയാവിൽ എന്നെ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം നിങ്ങളോടാണെന്ന് ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് ഒരിക്കൽ തിരുത്തി. ആരെ തിരുത്തി? ഉമർ ഇബ്നുൽ ഖത്താബിനെ തിരുത്തി. മുഹമ്മദ് മുസ്തഫ അൻത അഹബ്ബു ഇലയ്യ ഇല്ലാ മിൻ നഫ്സി യാ റസൂലല്ലാഹ്. എന്റെ തടി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ലോകത്തെ ഏറ്റവും ഇഷ്ടം നിങ്ങളോടാണെന്ന്. അപ്പോൾ പറഞ്ഞു ഇപ്പോൾ ഈമാൻ പൂർത്തിയായിട്ടില്ല ഉമറെ എന്ന് പറഞ്ഞു. ഈമാൻ പൂർത്തിയായിട്ടില്ല, മനസ്സിലായില്ല. എന്നെ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഇഷ്ടം എനിക്ക് നിങ്ങളോടാണെന്ന് പറഞ്ഞു. മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളോട്. ആര്? ഉമർ ഇബ്നുൽ ഖത്താബ്. അപ്പോൾ പറഞ്ഞു ഈമാൻ ഉണ്ടായില്ല. പിന്നെയോ ഫഖുൽനി ബറാഹത്ത മിൻ നഫ്സി. എന്റെ നഫ്സിനെക്കാളും എനിക്ക് അങ്ങയെയാണ് ഇഷ്ടം. എന്റെ നഫ്സിനെക്കാളും അങ്ങയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അങ്ങയാണ്. അൻത അഹബ്ബു ഇലയ്യ ഹത്താ മിൻ നഫ്സി. അൻത അഹബ്ബു ഇലയ്യ ഹത്താ മിൻ നഫ്സി. എന്റെ നഫ്സിനെക്കാളും എനിക്ക് അങ്ങയാണ് ഇഷ്ടമെന്ന് ഉമർ ഇബ്നുൽ ഖത്താബിനോട് പറയാൻ കൽപ്പിച്ചു മുഹമ്മദ് മുസ്തഫ. ചിന്തിക്ക്. മുഹമ്മദ് മുസ്തഫ സാധാരണ ആളല്ല. മുഹമ്മദ് മുസ്തഫ സാധാരണ ബന്ധമല്ല. അത് വല്ലാത്ത ബന്ധമാണ്. അത് ചെറിയ ബന്ധമല്ല. ആ ബന്ധത്തെക്കാൾ വലിയൊരു ബന്ധമില്ല. വിധവയെ കല്യാണം കഴിച്ചാൽ യുദ്ധത്തിന് പോയ പ്രതിഫലമാണ്. നബിയുടെ ഭാര്യയെ കല്യാണം കഴിച്ചാൽ നരകമാണ്. ഒരാൾ മരിച്ചു, ഏട്ടൻ മരിച്ചു. ഏട്ടന്റെ ഭാര്യയെ അഞ്ചൻ കല്യാണം കഴിച്ചാൽ അവന് സ്വർഗ്ഗമാണ്. മാത്രമല്ല മുജാഹിദി ഫീ സബീലില്ലാ, വിധവയായ പെണ്ണിനെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചാൽ, ഹലാലായ നിലക്ക് ചേർത്ത് പിടിച്ചാൽ അവൻ എല്ലാ ദിവസവും യുദ്ധക്കളത്തിലായവനെ പോലെയാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഏട്ടൻ മരിച്ചു, അപ്പോൾ ഏട്ടന്റെ ഭാര്യയെ കിട്ടി. അഞ്ചൻ മരിച്ചു, അഞ്ചന്റെ ഭാര്യയെ കിട്ടി. എന്നിട്ട് ആ കുട്ടികളെയും ആ പെണ്ണിനെയും കൂടി സംരക്ഷിച്ചാൽ അവൻ എല്ലാ ദിവസവും യുദ്ധക്കളത്തിൽ പോയവനെ പോലെയാണ് മുഹമ്മദ് മുസ്തഫ. അപ്പൊ സ്വർഗത്തിലെ ഒന്നാം പാർട്ടിയാണ് അവൻ. മനസ്സിലായില്ലേ? നബിയുടെ ഭാര്യയെ കിട്ടിയാൽ നരക.
നേരെ സംരക്ഷിക്കൽ നിർബന്ധം, കെട്ടാൻ പാടില്ല. വയസ്സ് പരിഗണനയില്ല. അവരെന്താണെങ്കിൽ ഉമ്മയാണ്. എന്ത് കാരണം? നബി ആരാ? പാപ്പയോ? നബിന്റെ ഭാര്യ ഉമ്മയാണെങ്കിൽ നബി ആരാ? പറയടൂ. നബിന്റെ ഭാര്യ ഉമ്മയാണെങ്കിൽ നബി ആരാ? ഏത് വാപ്പ? കോടാനക്കോടി കൊല്ലം മുമ്പുള്ള വാപ്പ, അള്ളാന്റെ അസലുള്ള നമ്മുടെ വാപ്പ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വഅസ്വാജുഹു ഉമ്മഹാതും, നബിയുടെ ഭാര്യമാർ നമ്മുടെ ഉമ്മമാള് ആരാണെന്ന് ഖുർആൻ സൂറത്തു അഹ്സാബ് 6-ാമത്തെ വചനം. അപ്പൊ നബി ആരാ? അൻത ഉമ്മുന അം അബു മാ റഅയ്നാ ഫീഹിമാ മിത്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി. നബിയുടെ ഭാര്യമാര് നമ്മുടെ ഉമ്മമാരാണെങ്കിൽ നബി ആരാ? നബി മുഹമ്മദ് മുസ്തഫ ആരാ? അബുൽ മുഅ്മിനീൻ, മുഅ്മിനിന്റെ ബാപ്പയാ. എന്റെ ബാപ്പയാണ്, മുഅ്മിനിന്റെ ബാപ്പയാണ് മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ മുഹമ്മദ് മുസ്തഫ. അപ്പോൾ നബിയേക്കാൾ ഒരു സന്തോഷമില്ല. അത് ഒരു ആയുസിന്റെ കുറഞ്ഞ കാലത്തിന്റെ ബാപ്പയാണ് നമ്മുടെ പിതാവ് എങ്കിൽ കോടാനക്കോടി വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ അസലിലെ നമ്മുടെ റൂഹിനെ നിശ്ചയിച്ച ബാപ്പയാണ് മുഹമ്മദ് മുസ്തഫ. അബുൽ അർവാഹ് മുഹമ്മദ് മുസ്തഫ, സിറുൽ അസ്റാർ മുഹമ്മദ് മുസ്തഫ, നൂറുൽ അൻവാർ മുഹമ്മദ് മുസ്തഫ, സബബുൽ വുജൂദ് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ ആ നബിയെ സ്നേഹിക്കണം. സ്നേഹിക്കണമെങ്കിൽ നബിയെ പഠിക്കണം. പഠിക്കണമെങ്കിൽ ഒരാൾ പറയണം, പാട്ട് പാടണം. ചിന്തിക്ക്, വളരെ ചിന്തിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹമാണ് ഒരു മനുഷ്യനെ ഹബീബായ നബിയോടുള്ള സ്നേഹം. പെണ്ണെ, നിന്റെ ബാപ്പ മരിച്ചേ. അപ്പോൾ ചോദിച്ചു മാ ഫഅല ബി മുഹമ്മദിൻ. പെണ്ണെ, ബാപ്പ മരിച്ചു, ബാപ്പ യുഹദ് യുദ്ധത്തിൽ ഷഹീദായി. അപ്പോൾ പറഞ്ഞു മാ ഫഅല ബി മുഹമ്മദിൻ. സുബ്ഹാനല്ലാഹ്, പറ്റിയില്ല. അടുത്ത ആള് പറഞ്ഞു പെണ്ണെ, നിന്റെ ഭർത്താവ് മരിച്ചേ. അപ്പോൾ പെണ്ണ് ചോദിച്ചു മാ ഫഅല ബി മുഹമ്മദിൻ. സുബ്ഹാനല്ലാഹ്. വീണ്ടും അടുത്ത ആൾ പറഞ്ഞു പെണ്ണെ, നിന്റെ സഹോദരനും ഷഹീദായിട്ടുണ്ട്. അപ്പോൾ ചോദിച്ചു അതൊന്നും എനിക്കറിയണ്ട. ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയൊന്നും വിഷയമില്ല, അവരൊക്കെ സുഖത്തിരുത്തിണ്ടോ. ചിന്തിച്ചോക്ക്. അപ്പോൾ ബാപ്പാനെക്കാളും ഭർത്താവിനെക്കാളും ആരെക്കാളും ഒരു പെണ്ണിന് സ്നേഹമാണ്. ആരോട്? നബിയോട്. ഏറ്റവും സ്നേഹിക്കേണ്ടത് ഭർത്താവിനല്ലേ, പിന്നെ വാപ്പാനല്ലേ, സഹോദരനല്ലേ. ഇവിടെ അതിനേക്കാൾ വലുതാണ് ആര്? മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ മുഹമ്മദ് മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ. ഒരാളിൽ സ്നേഹം ഉണ്ടാവണമെങ്കിൽ എങ്ങനെ സ്നേഹം ഉണ്ടാവുക? ഒന്നിരിക്കൽ അയാളെ കാണണം, അല്ലെങ്കിൽ അയാളെ കാണണം. ഒരു മനുഷ്യനെ രണ്ട് നിലയ്ക്ക് സ്നേഹം ഉണ്ടാവും. ഒന്നിരിക്കൽ കാണണം, അല്ലെങ്കിൽ കാണണം. അതെങ്ങനെയാ അല്ലെങ്കിൽ കാണല്? ഒരു മനുഷ്യനെ നമുക്ക് സ്നേഹം ഉണ്ടാകില്ല എപ്പോഴാ? ഒന്നിരിക്കൽ കാണണം, കണ്ട് ഷറഫ് മനസ്സിലാക്കണം, അല്ലെങ്കിൽ കാണണം. അതെങ്ങനെയാ അല്ലെങ്കിൽ കാണൽ? ഒന്നിരിക്കൽ കണ്ണുകൊണ്ടാണ്, അല്ലെങ്കിൽ ചെവി കൊണ്ടാണ്. ചെവി കൊണ്ടാണൽ എങ്ങനെയാ? ചെവിയിലൂടെ കേൾക്കുക, കൽബിലെ കണ്ണ് കാണും. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. കയ്യിലുള്ളത് മുഴുവനും കൊടുത്താലും ഒരിക്കൽ എന്നെ സ്വപ്നത്തിൽ കണ്ടിരുന്നുവെങ്കിൽ എന്നാഗ്രഹിക്കുന്ന മുഅ്മിനീങ്ങൾ പിന്നീട് വരുമെന്ന് മുഹമ്മദ് മുസ്തഫ. എത്രയുണ്ട്! എന്റെ സ്വത്ത് മുഴുവൻ കൊടുത്താൽ മല്ല, സുൽത്താനൊക്കെ കണ്ടാൽ മതി. മുഹമ്മദ് മുസ്തഫ എന്തോ അല്ലേ പറയും. എത്ര 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 ഒരിക്കൽ എന്നെ കണ്ടാൽ മതിയാവും. ഒന്നിനെ കണ്ടാൽ മതി, അത്ര വലിയ സ്നേഹമാണ്. മുഅ്മിനെ ചിന്തിക്കണം. ചിന്തിക്കി പറഞ്ഞ കാര്യം എന്താണെന്ന്. ഇതാണ് അല്ലാഹുവിന്റെ ഹബീബും നമ്മളും തമ്മിലുള്ള ബന്ധം. ഒരാളെ നമുക്ക് സ്നേഹം ഉണ്ടാകണമെങ്കിൽ അയാളെ കാണണം, അല്ലെങ്കിൽ അയാളെ കേൾക്കണം. കേട്ടാൽ കൽബ് കാണും. ചിലപ്പോൾ കണ്ണ് പൊട്ടിപ്പോ. ഇവിടുന്നാണ് കിട്ടേണ്ടത്, കിട്ടിയാൽ കണ്ണാണ് തുറക്കും. തുറന്നാൽ ഇതെങ്ങനെ ഒലിക്കും? ഇതിനെ കേട്ടതുകൊണ്ടാണ് കവിയും നബിയും തമ്മിൽ 600 ചില്ലാനം കൊല്ലത്തിന്റെ അകലമുണ്ട്, എന്നിട്ടും കരിയന്നെ.
ആദ്യത്തെ വരി തന്നെ കരിയ. ആദ്യത്തെ അമീൻ തദക്കുരിജി മസജത ദമഅൻ ജറാ മിൻ മുഖ്ലത്തിൻ ബിദമി. സലം വൃക്ഷം നിറഞ്ഞു നിൽക്കുന്ന സലമിന്റെ പ്രാന്തത്തുള്ള ഗ്രാമത്തിൽ പാർത്തിരുന്ന ആളെ ഓർത്തിട്ടല്ലേ കരയുന്നത്. മദീനയുടെ പരിസരത്ത് ആ സ്ഥലമുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ആളെ ഓർത്ത് കരയ കവി. ആ ആള് 600 ചില്ലാനം കൊല്ലം മുമ്പ് വഫാത്തായ മുഹമ്മദ് മുസ്തഫ. 600 കൊല്ലം കഴിഞ്ഞിട്ടും ഈ കവി കരയന്നെ. 1300 കൊല്ലം കഴിഞ്ഞിട്ടും വേറൊരു കവി കരയാ. എന്റെ ആയുസിൽ കണ്ണുനീർ വറ്റിയിട്ടേ ഇല്ല. കുട്ടിക്കാലം മുതൽ ഉമ്മ പറഞ്ഞു കൊടുക്ക, പാപ്പ പറഞ്ഞു കൊടുക്ക. ആരായി കവി? വെളിയും കൂടി ഉമർ ഖാളി. ഹബീബായ നബിയും കവിയും നമ്മൾ 1300 കൊല്ല. എന്നിട്ട് എന്താ പറയുക? മാ ജഫദമുൻ, കണ്ണുനീർ വെച്ചിട്ടല്ല. ഓർമ്മ വെച്ച കാലത്ത് നിങ്ങൾ ഓർത്തിന്റെ കണ്ണുനീർ വെച്ചിട്ട്. മിൻ ഹുബ്ബി ഖൽബി സയ്യിദൽ കൗനൈൻ. കവിയും ഓർക്കുന്ന ആളും തമ്മിൽ എത്ര അകലുണ്ട്? എന്താണ് വെറുതെ ഇരിക്കണേ? ഈ ആളും തമ്മിൽ എത്രയുടെ അകലം? എന്താ നോക്കിയിരിക്കണേ? എന്നാ ഈ കവിക്ക് പറഞ്ഞൂടെ ഞാൻ രാവും ഖുർആൻ ഓതികാരിയാണ്? എന്താണ് വിചാരിച്ച്? ഇവരൊക്കെയാണ് തമ്മിലിട്ട് ആരോടെ നന്നാകാൻ പോണ്? ഇതെവിടെ പോയി പറഞ്ഞു? റൗളയിൽ പോയി പറഞ്ഞു. മനസ്സിലായില്ലേ പറഞ്ഞത്? റൗളയുടെ ഇരുമ്പ് ചങ്ങല പൊട്ടി എന്നാ ചരിത്രം. ഇത് പറഞ്ഞപ്പോ ഈ ബൈത്തിയല്ലിയപ്പോ ഇത് ലോകം അംഗീകരിക്കുന്ന ചരിത്രമാണ്. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? മനസ്സിലായില്ലേ? ഈ ബൈത്തിയല്ലി ആര്? ഖാദിയും നബിയും തമ്മിൽ 1300 കൊല്ലത്തിന്റെ അകലം. എന്താ കവി പറയുന്നത്? എന്താ ഉമർ ഖാദി എന്ന കവി പറയുന്നത്? എന്താ? മാജഫദമുൻ, കണ്ണുനീര് പറ്റിയിട്ടില്ല നബിയേ. സാദ, അതൊലിക്ക മിൻ ഐനൈനി, എന്റെ കണ്ണിൽ നിന്ന്. ലാകിന്നഹു യജ്രി അലൽ ഖദ്ദൈനി, എന്റെ രണ്ട് കവിളിലൂടെയും അത് ഒലിച്ചുകൊണ്ടേയിരിക്കുക. മിൻ ഹുബ്ബി ഖൽബി സയ്യിദൽ കൗനൈനി, രണ്ട് ലോകത്തിന്റെയും നേതാവായ അങ്ങയോടുള്ള പ്രേമം കൊണ്ടാണ് ഞാൻ ഈ കരഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അല്ലാഹ് ആ കരച്ചിൽ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. മനസ്സിലായില്ലേ? അവർ മുഅ്മിനായത് മുത്തുനബിയോടുള്ള മഹബത്തോണ്ടാണ്. മനസ്സിലായില്ലേ? ബുർദ തുടങ്ങിയപ്പോഴാണ് തന്നെയാ കരച്ചില. ഉമർ ഖാദിയോ ഈ കരച്ചിൽ തന്നെയാ, കരിയൽ തന്നെയാ, കരിയന്നെ. മിൻ ഹുബ്ബി ഖൽബി, എന്റെ ഹൃദയത്തിന്റെ പ്രേമം ആരോടുള്ള? സയ്യിദൽ കൗനൈൻ, രണ്ട് ലോകത്തിന്റെയും നേതാവിനോടുള്ള. ഹയ്യൻ വമൈതൻ, ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ. ജീവിച്ചാലും മരിച്ചാലും രണ്ട് ലോകത്തിന്റെയും നേതാവാണ് മുഹമ്മദ് മുസ്തഫ. പാടിയത് മദീന റൗളയിൽ പോയി പാടി. റൗളയുടെ ചങ്ങല പൊട്ടി എന്നാ ചരിത്രം. ഇവരാണ് നമ്മുടെ പിതാമഹന്മാർ. അവരെ പറ്റിയാണ് സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. അവരെ തള്ളിയാൽ പിന്നെ വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബിഅ ഗൈറ സബീലിൽ മുഅ്മിനീൻ. ചിന്തിക്കണം. പറഞ്ഞു കൊടുത്താലല്ലേ കേറുക. ഈ കുട്ടിക്ക് ഇത്ര വലിയ പ്രേമം വരാനുള്ള കാരണം എന്താ? ഉമ്മ പറഞ്ഞു, പിന്നെ വാപ്പ പറഞ്ഞു, പിന്നെ ഉസ്താദ് പറഞ്ഞു, പിന്നെ അങ്ങനത്തെ ആളുകളെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ കൽബിൽ ആരോടാണ് പ്രേമം? ആ പ്രേമമില്ലാത്തവർ റബീഉൽ അവ്വൽ 13 അമേരിക്കൻ സിംഗറെ കൊണ്ടുവന്നിട്ട് 2.5 ലക്ഷം ആളുകളാ നേരം വെളുക്കുന്നവരെ ഓണം പെണ്ണ് ചാടിത്തുള്ളിയത്. കാരണം അവർക്ക് അവരുടെ പ്രേമം. ലോകം മുഴുവനും നബിയെ ഓർത്ത് കരയുന്ന രാത്രിയിൽ എന്താണ് അവർക്ക് പറ്റിയത്? അവർക്ക് നബിയോട് പ്രേമല്ല. എനിക്ക് പറഞ്ഞത് മനസ്സിലായോ? ആർക്കടാ അത് നിഷേധിക്കാൻ കഴിയാ? ഈ തമ്മാടി കൂട്ടത്തിനെയാണോ ഇമാം നിർത്തേണ്ടത്? എന്താണ് മനസ്സിലാക്കുന്നത്? അമേരിക്കൻ സിംഗറെ കൊണ്ടുവരിക, 2.5 ലക്ഷം ആൾ പെണ്ണും ഓണും തുള്ള നേരെ വിളിക്കുന്നത്. എന്റെ ആ ദിവസം റബീഉൽ അവ്വൽ 13 ലോകം മുഴുവൻ ഹബീബിനെ ഓർത്ത് കരയും രാത്രി. മുഹമ്മദ് മുസ്തഫ എന്റെ ആയുസിൽ കണ്ണുനീര് വറ്റിയിട്ടില്ല എന്ന് പറഞ്ഞ ഇമാമിയങ്ങൾ പിൻഗാമികൾ എന്ന് അവകാശപ്പെടുന്നു. എത്ര ഇമാമിങ്ങൾ പറഞ്ഞു ഒരല്പനേരം പോലും റസൂലുള്ളാഹിന്റെ കണ്ണിൽ നിന്ന് തെറ്റിയിട്ടേ ഇല്ല. ഒരു സെക്കൻഡ് എങ്കിലും നബി എന്റെ കണ്ണിൽ നിന്ന് മനക്കണ്ണിൽ നിന്ന് തെറ്റിയാൽ ഞാൻ എന്നെ മുസ്ലിമായി പരിഗണിക്കുകയില്ല. അത്രയും വലിയ ബന്ധമാണ് അവരും നബിയും തമ്മിൽ.
അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. അള്ളാഹു നമ്മെ മുത്തഖീങ്ങൾ പെടുത്തട്ടെ. അവസാനിപ്പിക്കാം. അതുകൊണ്ട് അവസാനിപ്പിക്കാം. ഹൃദയത്തിന്റെ കണ്ണുകൊണ്ട് തുറന്ന് കേൾക്കണം. നബിയെ സ്നേഹിക്കണം. എന്ത് സ്നേഹിക്കണം? നബിയോട് ബന്ധപ്പെട്ട് എന്തും സ്നേഹിക്കും. എങ്ങനെ സ്നേഹിക്കൽ? എന്തും. നിസ്കരിക്കുമ്പോൾ മാത്രമൊന്നല്ല, എന്തും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വീട്ടിൽ വന്നപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു മരച്ചോട്ടിൽ അന്ന് മുതൽ ഉമർ ഇബ്നുൽ റളിയല്ലാഹു കാന യതആഹദുഹ, ആ മരത്തിനെ ഒന്ന് പ്രത്യേകം പരിഗണിക്കും. ആ മരത്തിനെ വെള്ളമൊഴിച്ചു കൊടുക്കും. എന്നത് പ്രത്യേകമായി പരിഗണിക്കും. എന്തുകൊണ്ട്? തത്തവല്ല ബിഹൻ നബിയുൽ മുസ്തഫ. ഒരിക്കൽ റസൂലുള്ളാഹ് ആ മരത്തിന്റെ ചോട്ടിൽ എന്നിട്ടുണ്ട്. ആ മരത്തോടുള്ള സ്നേഹം. ആരോടുള്ള സ്നേഹം? സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായില്ലേ പറഞ്ഞത്? ചിന്തി. അനസിന് ചെരങ്ങ കഴിക്കാനുള്ള പ്രേമം എന്തേ? ബിമഹബ്ബത്തി റസൂലില്ലാഹ്. ചെരങ്ങാ കഷ്ണം, കറിയിലെ ചെരങ്ങാ കഷ്ണം റസൂലുള്ളാഹിക്ക് വലിയ ഇഷ്ടം. അപ്പോൾ അനസിന് ഇഷ്ടം. അനസ് കറി കൊണ്ടെന്ന് വെച്ചാൽ ചെരങ്ങ കഷ്ണം ഇങ്ങനെ കയ്യിലോണ്ട് അളക്കും. ചെരങ്ങാ കഷ്ണം ഉണ്ടെങ്കിൽ തന്റെ പ്ലേറ്റ് ഭാഗത്തേക്ക് ഇട്ടിട്ട് തിന്നും. ആര്? അനസ്. എന്തുകൊണ്ട്? നബി റസൂലുള്ളാഹിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്ത്? ചെരങ്ങ. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമാണ്. എന്താ പറഞ്ഞ? റസൂലുള്ളാഹിക്ക് ചെരങ്ങ ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് ചെരങ്ങ ഇഷ്ടമാണ്. ചിന്തിക്കണം. റസൂലുള്ളാഹിക്ക് ചെരങ്ങ ഇഷ്ടമാണ്, അപ്പോൾ എനിക്കും ചെരങ്ങ ഇഷ്ടമാണ്. എന്താ പറഞ്ഞു? എന്താ ചെയ്യാൻ? തൻ്റെ ഉമ്മയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആള്. ഫാത്തിമ ബീവി, ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. പിന്നെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായി. മറ്റു ഭാര്യമാരെ കല്യാണം കഴിച്ചു. ഒരു ദിവസം റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് ഇങ്ങനെ കയറി വരിക ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. അപ്പോൾ റസൂലുള്ളാഹിന്റെ തൊട്ടടുത്ത് ആയിഷ ബീവി ഉണ്ട്. അപ്പോൾ യാ ബിൻതി ഇന്നി ഉഹിബ്ബുഹാ ഹദിഹി, ഈ പെൺകുട്ടിനെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. റസൂലുള്ളാഹിനോട് റസൂല പറഞ്ഞു. ആരോട്? ഫാത്തിമ. മിൻ ദാലിക മിൻ തിൽക ലഹള കുന്തി ഉഹിബ്ബുഹാ, എനിക്കത് മുതൽ ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾക്ക് പറയാ എന്തുകൊണ്ട്? എന്തൊരു മനുഷ്യന്മാരാണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ഖദീജ ബീവിയുടെ മോളാണല്ലോ ആര്? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. ഖദീജ വഫാത്തായി. റസൂലുള്ളാഹി മറ്റു ഭാര്യമാരെ കല്യാണം കഴിച്ചു. അങ്ങനെ ഭാര്യമാരോട് താമസിക്കുന്ന സന്ദർഭത്തിൽ ഒരിക്കൽ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കയറി വരുമ്പോൾ റസൂലുള്ളാഹിന്റെ തൊട്ടടുത്തുണ്ട് ആര്? ആയിഷ. അപ്പൊ ആയിഷ ബീവിയെ ചൂണ്ടിയിട്ട് ഹബീബ നബി ഫാത്തിമയോട് പറഞ്ഞു, മോളെ മോളെ ഇനി ഉഹിബ്ബു ഹാദിഹി, എനിക്ക് ഈ പെണ്ണിനെ ഇഷ്ടമാണ് കേട്ടോ. ആയിഷ ബീവി എനിക്കിഷ്ടാണ് എന്നാര് പറഞ്ഞു? റസൂലുള്ളാഹി പറഞ്ഞു മിൻ തിൽക ലഹള കുന്തു ഉഹിബ്ബുഹാ ലഅന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാനതു യുഹിബ്ബുഹാ. എന്റെ ഉപ്പ അത് പറഞ്ഞ അന്ന് മുതൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ആയിഷയാണ്. എന്തുകൊണ്ട്? എനിക്ക് ഈ പെണ്ണിനെ ഭയങ്കര ഇഷ്ടമാണെന്ന് ഒരിക്കൽ എന്റെ ബാപ്പനോട് പറഞ്ഞിട്ടുണ്ട്. ആ ബാപ്പ നമ്മളീ ബാപ്പയല്ലേ? മനസ്സിലായില്ലേ? നമ്മളെ പ്രശ്നം മുനാഫിഖീങ്ങൾ നിസ്കാരത്തിൽ കളത്തരം കാട്ടിയൊന്നല്ല. ആയിഷ ബീവിയെ പറ്റി ഇല്ലാത്ത പറഞ്ഞുണ്ടാക്കിയ അത്ര എനിക്ക് അവനുള്ള ദേഷ്യം വേറൊന്നുമില്ല. എന്തുകൊണ്ട്? ദാഹിച്ചവന് പച്ചവെള്ളം പോലെ റസൂലുള്ളാഹിക്ക് ഇഷ്ടമുള്ള പെണ്ണാണ് ആര്? ആയിഷ ബീവിയെ പറ്റി ഇല്ലാത്ത നുണ പറഞ്ഞുണ്ടാക്കിയവർക്ക് മുസ്ലിം ലോകം മാപ്പ് കൊടുക്കൂല, ഒരിക്കലും മാപ്പ് കൊടുക്കൂല. ഷിയാക്കൾ എന്ത് പറഞ്ഞാലും നമ്മൾ ഷിയാക്കൾ അംഗീകരിക്കൂല. എന്തുകൊണ്ട്? ഇല്ലാത്ത തോന്നിയാസം പറഞ്ഞുണ്ടാക്കിയവരാണ്. ആരെ പറ്റി? ആയിഷ ബീവിയെ പറ്റിയവര്. ആയിഷ ബീവി ആരാ? ആയിഷ ബീവി എന്ന് പറഞ്ഞ ഹബീബ റസൂലുള്ളാഹിക്ക് ദാഹിച്ചവന് പച്ചവെള്ളം പോലെയാണ് ആയിഷ ബീവിയോട് ഇഷ്ടം. ഫാത്തിമയോട് പറഞ്ഞില്ലേ സ്വന്തം മകളോട്, ഇന്നി ഉഹിബ്ബു ഹാദിഹി, ഈ പെൺകുട്ടി എനിക്ക് ഇഷ്ടമാണ് മോളെ. എല്ലാ ഭാര്യമാരാണെങ്കിലും നമുക്ക് ഖദീജ ബീവി പ്രത്യേക ഇഷ്ടമാണ്, ആയിഷ ബീവി പ്രത്യേക ഇഷ്ടമാണ്. എന്തുകൊണ്ട്? റസൂലുള്ളാഹിക്ക് പ്രത്യേക ഇഷ്ടം ആണോ? അല്ലേ? പറയൂട്ടി. ആയിഷ ബീവി പറഞ്ഞിട്ടുണ്ട്, ഒരു വാക്കൊരാൾ പറയൂല, എന്റെ നബിക്ക് ഇഷ്ടമാണ് അവരെ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എന്ത് പറഞ്ഞാലും മുസ്ലിം ലോകത്തിന് ജീവവായുവാണ്. എന്റെ കാന നബിയും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഹിബ്ബുഹാ. എനിക്ക് മുനാഫിഖുകളോടുള്ള അവർ ഉണ്ടാക്കിയ കുതന്ത്രമൊന്നല്ല എനിക്ക് ദേഷ്യം. അവർ ആയിഷ ബീവിയെ പറ്റി ഇല്ലാത്ത പറഞ്ഞുണ്ടാക്കി. അള്ളാഹിന്റെ ഹബീബിന് ഏറ്റവും വിഷമമുണ്ടായ സമയമാണത്. റളിയല്ലാഹു അൻഹാ റളിയല്ലാഹു അൻഹാ എന്റെ കാന നബിയും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഹിബ്ബുഹാ. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് മുൻഗാമികളായ സ്വാലിഹീങ്ങൾ ഏത് വഴിക്കാണ് പോയത് ആ വഴിക്ക് പോകാൻ ഓരോരുത്തരും ശ്രമിക്കണമെന്ന്
ഈ സന്ദർഭത്തിൽ ഈ റബീഉൽ അവ്വലിന്റെ അവസാന ഭാഗത്തും ഞാൻ എൻ്റെ നഫ്സിനോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു, അനിവാര്യമായ ചില കാര്യങ്ങൾ അറിയിക്കുക എന്നതാണ്. ഈ പ്രഭാഷണത്തിലൂടെ 2-3 പ്രസംഗം മുത്ത് മുഹമ്മദ് മുസ്തഫ ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞ് അല്ലാഹു നൽകിയ ഏറ്റവും വലിയ നിധി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്നേഹിച്ച് നമുക്ക് സ്നേഹമാണ്, നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ഇഷ്ടമാണ്, നമുക്ക് ഇഷ്ടമില്ലാത്ത നമുക്ക് ഇഷ്ടമില്ല. ചിന്തിക്ക്. തായിഫിലേക്ക് വിസ വന്നിട്ടുണ്ട്. ഒരുത്തനോട് വന്ന് പറഞ്ഞപ്പോൾ ജോർജ് ക്ഷമിച്ചോളാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ആയുസിൽ ഞാൻ തായിഫിൽ ഒരു ദിവസം നിന്നിട്ടില്ല. യാത്ര ചെയ്യുമ്പോൾ പേടിയാ, കാരണം നബിയെ കല്ലെറിഞ്ഞ നാടാ. മനസ്സിലായില്ല. ഞാൻ തായിഫിൽ പിന്നെ നന്നായോ എനിക്കോ കണ്ടില്ല എൻ്റെ റസൂലുള്ളാഹിനെ കല്ലെറിഞ്ഞിട്ടുണ്ട്. തായിഫ് വഴി ബസ് വഴി മാർഗം വന്നപ്പോൾ പോലും എനിക്ക് പേടിയായിട്ടുണ്ട്. തായിഫാണല്ലോ. തായിഫിന്റെ മലകളെ ഒരിക്കൽ അട്ടിമറിക്കാൻ ജിബ്രീൽ സമ്മതം ചോദിച്ചിട്ടുണ്ട്. അവർ മുത്ത് റസൂലുള്ളാഹിനെ എറിഞ്ഞിട്ടുണ്ട്. മുത്തുനബിയെ എറിഞ്ഞിട്ടുണ്ട്. അത് സഹിക്കാൻ കഴിയില്ല മുസ്ലിം ലോകത്തിന്. അള്ളാഹിന്റെ ഹബീബിന്റെ ഈ ആകാശ ലോകത്തെക്കാളും നമുക്ക് വില റസൂലുള്ളാഹിന്റെ ഒരു തുള്ളി രക്തത്തിനാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ? ആണോ? അല്ലേ? പറയും. ഇന്നും എന്നോടൊരാൾ വന്നു പറഞ്ഞു തായിഫിലേക്ക് വിസ ഉണ്ട് ഉസ്താദേ. ഞാൻ പറഞ്ഞു ജീവുണ്ട്, വേറെ നല്ലത് വരും, കാത്തിരുന്നും ചെയ്തു, നല്ലത് വന്നും ചെയ്തു. അത് കൊടുക്കുന്നുണ്ട്. എന്റെ സുന്നാനെ കല്ലെറിഞ്ഞില്ലേ? വേണ്ട, നമുക്ക് വേണ്ട. എന്തുകൊണ്ട്? നബിയുടെ സ്നേഹം കൊണ്ടാണ് നമ്മൾ സ്നേഹിക്കുക. എല്ലാം നബിയാ. പുണ്യ മുഹമ്മദ് മുസ്തഫ. അതിനപ്പുറം ഒന്നുമില്ല. മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പുറം മുഹമ്മദ് മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ, മുത്ത് മുഹമ്മദ് മുസ്തഫ. അതിനേക്കാൾ വലിയ ഒന്നുമില്ല. അള്ളാന്റെ ഹബീബ് എന്തും അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കാളും വലിയ ഒരു സംഗതിയില്ല. ഒന്നുമില്ല. റസൂലുള്ളാഹിന്റെ മക്കളെക്കാളും ഒന്നുമില്ല. റസൂലുള്ളാഹ് ولو كان ذنبي حب آل محمد فذلك ذنب لست عنه أتوب. ആരുടെ കവിതയാ? ഇമാമുന ശാഫിഈ. فلو كان ذنبي حب آل محمد. എനിക്കുള്ള ഏറ്റവും വലിയ കുറ്റം ലോകമേ നിങ്ങൾ കാണുന്നത് ഞാൻ നബി കുടുംബത്തെ സ്നേഹിച്ചതാണെങ്കിൽ ഫദാലിക ദംബുൻ ലസ്തു അൻഹു അതൂബു. ആ ദോഷത്തിൽ നിന്ന് ഞാൻ ഒരിക്കലും തൗബ ചെയ്യുകയില്ല. ആര് പറഞ്ഞു? ഇമാമുന ശാഫിഈ. അക്കാലത്ത് കുറച്ച് ആളുകൾ കുഴപ്പമുണ്ടാക്കി. ഷാഫി ഇമാം ഷിയാണ്. ഷാഫി ഇമാമുക്ക് നബി കുടുംബത്തോട് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ചെല്ലിയ ബെയ്ത്ത ഷാഫി ഇമാമിന്റെ എന്ത്? ولو كان ذنبي حب آل محمد فذلك ذنب لست عنه أتوب. ആരാ ചൊല്ലിയത്? ഇമാമുന ശാഫിഈ. فلو كان ذنبي حب آل محمد. എന്റെ കുറ്റം ഞാൻ നബി കുടുംബത്തെ സ്നേഹിച്ചതാണെങ്കിൽ ഫദാലിക ദംബുൻ ലസ്തു അൻഹു അതൂബു. ആ കുറ്റത്തിൽ നിന്ന് ഒരിക്കലും ഞാൻ തൗബ ചെയ്യുകയില്ല. ആര് പറഞ്ഞു? ഇമാമുന ശാഫിഈ. ഞാനത് എന്റെ കയ്യിൽ വലത്തെ കയ്യിൽ കിതാബ് കിട്ടാൻ വേണ്ടിയാണ് നബി കുടുംബത്തെ സ്നേഹിക്കുന്നത്. ആര് പറഞ്ഞു? ഇമാമുന ശാഫിഈ. മനസ്സിലായില്ല? അർജു ബിഹിം. നബി കുടുംബത്തെ കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് നൽകപ്പെടാനാണ്. നാളെ ബിയദിൽ യമീൻ, എന്റെ വലത്തെ കയ്യിൽ സഹീഫത്തി, എന്റെ ഏടിനെ. ആര് പറഞ്ഞു? ഇമാമുന ശാഫിഈ. ഞാൻ നബി കുടുംബത്തെ സ്നേഹിക്കുന്നത് എന്തിനാ പറയണോ? എന്തിനാ? ഒരു പഞ്ചായത്ത് മെമ്പർ ആക്കാനല്ല, ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കാൻ റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടിയല്ല. പിന്നെ എന്തിനാ അവരെ സ്നേഹിക്കുന്നത്? എന്റെ വലത്തെ കയ്യിൽ എന്റെ ഏട് കിട്ടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആര് പറഞ്ഞു? 10 ലക്ഷം ഹദീസ് മനപ്പാടമുള്ള ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. അതാണ് ശാഫിഈ. മീശ മുളച്ചിട്ടില്ല, താടി മുളച്ചിട്ടില്ല. അതാണ് ഇമാം ഷാഫി. നിങ്ങൾ ആരാ ഇമാം ഷാഫി? 7ാമത്തെ വയസ്സിൽ ഖുർആന്റെ ആന്തരപ്പുരളടക്കം മനപ്പാടമാക്കിയ ആളാണ് ഇമാമുന ശാഫിഈ. 7ാമത്തെ വയസ്സിൽ മനപ്പാടാക്കല്ല, എന്റെ ഉൾപ്പൊരുളടക്കം മനപ്പാടാക്കുക. 7ാമത്തെ വയസ്സിൽ ഇവര് മനപ്പാടാക്കും. അതല്ലാതെ നിങ്ങൾ വിചാരിച്ചു നിങ്ങളെ കുട്ടി 7ാം ക്ലാസ്സിൽ 7ാം വയസ്സിൽ മനപ്പാടാക്കിയ എന്റെ കുട്ടി ആഫിയമാനെ പോലെയാണ് പറയാണ്ട, അന്തം വിട്ട് പറയണ്ട. എന്റെ പൊരുളടക്കം മനപ്പാടാക്കിയളാണ്. മറ്റേ തത്തമ്മ പൂച്ചെന്നാണ്. നിന്റെ ഉൾപ്പൊരുൾ ഇന്നത്തെ ആലിമീങ്ങൾക്ക് പോലും കിട്ടാത്തത് 7ാമത്തെ വയസ്സിൽ ഖുർആന്റെ പൊരുൾ അറിഞ്ഞിരുന്നു. ആർക്ക്? ഇമാമുന ശാഫിഈ. മീശ മുളച്ചിട്ടില്ല, നാട് വിട്ടു പോവുക, പഠിക്കാൻ പോവുക. അങ്ങനത്തെ ഇമാമുന ശാഫിഈ.
13-ാമത്തെ വയസ്സിലാണ് ബഗ്ദാദിൽ ചെല്ലുന്നത്. അന്ന് ബഗ്ദാദിലെ ഖാദി അബൂ യൂസുഫാണ്. അബൂ യൂസുഫ് ഫത്വ കൊടുത്തപ്പോൾ തെറ്റിന്ന് 13-ാമത്തെ വയസ്സ് പറഞ്ഞ ആളാണ് ഇമാം ശാഫിഈ. നിങ്ങൾ എന്താ വിചാരിച്ചേ? ഇന്റെ മസല തെറ്റിന്ന് എങ്ങനെ കുട്ടികൾ പറഞ്ഞു? നിങ്ങളെ പരിയിലുള്ള കിതാബിലുണ്ട് പറഞ്ഞു. കിതാബുണ്ടാ പറഞ്ഞു. അബൂ യൂസുഫ് അക്കാലത്ത് ബഗ്ദാദിലെ ഖാദിയ, വലിയ പണ്ഡിതനാ. ആര്? അബൂ യൂസുഫ് റഹ്മത്തുള്ളാഹി അലൈഹി. കേട്ടോളി, അബൂ യൂസുഫിന്റെ ഫത്വ തെറ്റാണെന്ന് ഷാഫി ഇമാം പറയുമ്പോൾ ഷാഫി ഇമാമിന് 13 വയസ്സാ, 12 13 വയസ്സാ. എന്റെ ഫത്വ തെറ്റാന്ന് ആര് എന്തുകൊണ്ടാ പറഞ്ഞു കുട്ടി? അപ്പോൾ പറഞ്ഞു നിങ്ങളെ പരിയിലെ കിതാബുണ്ട്. കിതാബ് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. കിതാബ് കൊണ്ടുവന്നു. കിതാബ് നോക്കുമ്പോൾ അബൂ യൂസുഫിന്റെ ഫത്വ തെറ്റാ. അപ്പൊ അബൂ യൂസുഫ് വിനയത്തോടെ ചോദിച്ചു, മോനെ, എന്റെ വീട്ടിലെ കിതാബില് ഉള്ളത് ഞാൻ ഓർമ്മയില്ല, എന്റെ കുട്ടി ഇതെങ്ങനെ പറഞ്ഞു? അപ്പൊ പറഞ്ഞു, ഞാൻ ബഗ്ദാദിൽ വന്ന രാത്രിയിൽ നിങ്ങൾ എന്നെ നിങ്ങളെ വീട്ടിൽ വിരുന്ന് വർപ്പിച്ചില്ലേ, അന്ന് നിങ്ങൾ ആ കിതാബ് വെച്ച മുറിയിലല്ലേ എന്നെ കിടത്തിയത്. ആ രാത്രി ഞാൻ ആ കിതാബ് പൂർത്തിയാക്കി നോക്കിയിട്ടുണ്ട്. ഒറ്റ നോക്കിയതാ ആ കിതാബ് മുഴുവനും അതിലുള്ള മുഴുവൻ പാടാക്കി. ഒറ്റ രാത്രി കൊണ്ട്. അത് കൊല്ലക്കണക്കിന് കൈവശം വെക്കണം. ആർക്കറിയില്ല? മനസ്സിലായില്ല. നിങ്ങളെ മസല തെറ്റാണ്. അതെങ്ങനെ എന്റെ മസല തെറ്റാന്ന് ഇജ്ജ് എങ്ങനെ പറഞ്ഞു ചോദിച്ചു. നിങ്ങളെ പരിയിലുള്ള കിതാബിലുണ്ട്. കിതാബ് ഉണ്ടെന്നപ്പോ കുട്ടി പറഞ്ഞാൽ ശരി. അപ്പോൾ ചോദിച്ചു, എങ്ങനെ എന്റെ പരിയിലുള്ള കിതാബിലുണ്ട് എന്ന് ഇജ്ജ് മനസ്സിലാക്കി വെച്ചു. ഒരു രാത്രി നിങ്ങൾ എന്നെ വിരുന്ന് വർപ്പിച്ചല്ലോ, ആ രാത്രി ഞാൻ ആ കിതാബ് നോക്കണ പണിയിൽ. അന്ന് വയസ്സ് 12 13 മീശ മുളച്ചിട്ടില്ല ഇമാം ശാഫിഈ. ഈ ദുനിയാവിലുള്ളതൊക്കെ ചെയ്തിട്ട് 54-ാമത്തെ വയസ്സിൽ മരിച്ചിട്ടുണ്ട് ഇമാം ശാഫിഈ. നമ്മളിപ്പോ 55 60 75 എത്ര ഉണ്ടാവും ഇവിടെ? 60 80 ഉണ്ടാവും. ഏതായാലും 54-ാമത്തെ വയസ്സ് മരിച്ചിട്ടുണ്ട്. ആര്? ഇമാം ശാഫിഈ. ആകെയുള്ള ജീവനാണ് മുഹമ്മദ് മുസ്തഫ. നബി കുടുംബവും. എന്റെ വലത്തെ കയ്യിൽ ഏട് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ നബി കുടുംബത്തെ സ്നേഹിക്കുന്നത്. ആരാ പറഞ്ഞത്? ഇമാം ശാഫിഈ. ആ നബി കുടുംബം കർബലയിൽ തീർന്നു എന്ന് പറഞ്ഞവരും ഇവിടെ ഉണ്ട്. അതിന് വയൽ പറഞ്ഞു നടക്കണവരും ഇവിടെ ഉണ്ട്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. കർബല നടക്കുന്നത് ഹിജ്റ 61 ഷാഫി ഇമാം ജനിക്കുന്ന 150. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. ഞാനതൊന്നും പറഞ്ഞു തീരുവില്ല. പൊട്ടപ്പോയറ്റത്തിന് അബദ്ധങ്ങൾ പറഞ്ഞുകൂട്ടിയ ജനതകളാണ് ഇന്നും നബിയിൽ നിന്ന് ജനങ്ങൾ അകറ്റിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കാര്യങ്ങളെ മനസ്സിലാക്കുകയും മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അല്ലാഹുവിന്റെ ഏറ്റവും വലിയ സമ്മാനം എന്നൊരു മുഅ്മിൻ മനസ്സിലാക്കാതെ ഈമാന്റെ ലാഞ്ചന അനുഭവിക്കാൻ അവന് കഴിയുകയില്ല. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇലാ ഹദ്റത്തിൽ മുസ്തഫ മുഹമ്മദിൻ. അൽ ഫാത്തിഹ.